ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ മേഴ്സി നൈന. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ. കേറിപ്പോര്. നിക്ക് എങ്ങോട്ടായി ഓടിപ്പോണേ? ഇവിടെ മുന്നില്. സംസാരിച്ചിട്ട് വിട്ടു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഈ എഞ്ചിനീയറിംഗും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു പ്രതീക്ഷയാണ്. ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും, കഥാകൃത്തുക്കളുണ്ടാവും. ഇതൊരു നല്ല തുടക്കമാവണം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അതല്ലടാ, സരോജയോട് താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. എടാ, നമ്മളവിടെ വണ്ടി കൊണ്ടു വെച്ചില്ലേ, അവിടെ പേഴ്സ് കളഞ്ഞു പോയി. അത് അവളാണ് എടുത്തുകൊണ്ടുവന്നേന്ന്. 2000 രൂപ. ഇത് എവിടെ നിന്ന് അടിച്ചു പറ്റിയതാ? ഇവിടെ ഒരു കലക്കം കുഴിമന്തിക്കട ഉണ്ട്, പോയാലേ? പ്രാർത്ഥന കേട്ടോ ഓട്ടോ. നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പാത തുറക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കൂ. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ? വന്ദനം. എന്റെ പേര് വിഷ്ണു ശിവൻ. കരുത്തല കിഴക്ക് വശമാണ് എന്റെ വീട്. പിന്നെ 10ലും +1ലും +2ലും ഒക്കെ ഫുൾ A+ ഉണ്ട്. ജനതാ കവലയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്. കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു നിരസാന്നിധ്യം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFK സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, SFK ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കമെന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം. ക്ലാസ്സില്ല. എന്താണ് എല്ലാവരും പോണത്? ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം. തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു തുടക്കം. ലൈലു, നമ്മള് നമ്മുടെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഈ കോളേജ് കയ്യിലടിച്ചേ. എടേ സരോജാണ്, ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഒന്ന് പോയാ ഫീസ് അടിച്ചിട്ട് നമുക്ക് മസാല ദോശയും ചായയും കുടിക്കാം. നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ? എവിടെ പോവാ? ഇന്ന് ക്ലാസ്സിലെ സാറേ സ്ട്രൈക്കാണ്. സ്ട്രൈക്കാ? എന്ത് കാര്യത്തിന്? ഞാൻ പറയാം. നമ്മുടെ സമരമൊക്കെ വിജയല്ലേ? ബിനോയ് സി ബാബു, എന്തിനാണോ ഈ സ്ട്രൈക്ക്? എന്ത് പുരോഗമനമാണ്? ബിനോയ് സി ബാബു, താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ്. താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടത്. എന്താണ് അഫ്സൽ അബ്ദുൽ ലത്തീഫ് ഇതൊക്കെ? നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത്. എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ? സാറേ, ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മടക്കി കുത്തി നടക്കാൻ പറ്റോ? അപ്പൊ കൊതുകടിക്കും. ആ കാണുന്ന ഓടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ബിനോയ് സി ബാബു, ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും. താ ഒരു കാര്യം ചെയ്യും, ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്കി, അപ്പൊ കൊതുക് കുത്തത്തില്ല. സാറേ നിർത്ത്, ഞങ്ങൾ മുണ്ട് കൊടുക്കും. വേണ്ടി വന്നാ ബാബു വേണ്ട. പിന്നെ ഇയാളെ എന്ത് വർത്താനാണ്? ബിനോയ് സി ബാബു താന്റെ അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. ബിനോയ് സി ബാബു, ഈ KK പ്രദീപ് കട്ടച്ചൽ കുഴിയെ നിനക്ക് അറിയാൻ പാടില്ല. ഈ സമരം ഞാൻ അറിഞ്ഞില്ല. അടുത്ത തവണ ആവട്ടെ. സാറിന്റെ വണ്ടി ഇതെന്തിനാ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്? അല്ല, സാറിലെ നേരത്തെ തന്നിട്ട് അങ്ങോട്ട് കൊടുക്കളഞ്ഞത്. ഓ, ഞാൻ തന്നിട്ട് പോയല്ലേ, സോറി. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ? എന്താ പേര്? ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. എന്താ ഇയാളുടെ പേര്? പേരെന്താ? ലൈലാസുർ. ഫുൾ നെയിം പറയേ. CK ലൈലാസുർ. ഗുഡ് നെയിം, ഗുഡ് നെയിം. ലിജ ഫെർണാണ്ടസ്. ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, ഉഷപ്പടിക്കണം. ഞങ്ങൾ വീട്ടിൽ പോട്ടെ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു? എന്നാൽ 5 റൗണ്ട് കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോക്കോ. ഓക്കെ? ഇവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോ എവിടെന്നാ പൈസ കിട്ടുക? അറിയില്ലല്ലോടാ. ഞാൻ പോട്ടെ. ഹായ്,
ഹായ്. അന്നേരം പേഴ്സ് വന്നപ്പോ താങ്ക്സ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് താങ്ക്സ് പറയാൻ വന്ന താങ്ക്സ്. ഏയ് അതൊന്നും സാരില്ല. താങ്ക്സ് കഴിഞ്ഞ് വാ പോവാ. നീ ഒന്നും അതെ, എന്താണ് ഒരു ശോകമുഖത? യു ഓക്കെ? എനി പ്രോബ്ലം? ഒരു ഷോകുമില്ല, വാ പോവാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. ഞാനെന്നാ ഏയ് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കാർഡാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി എവിടെ ATM എവിടെ ഉള്ളതെന്നറിയോ? തൊട്ട് ബാക്കിലല്ലേ അതിനകത്ത് ട്രീ ആയിരുന്നില്ലേ? അവിടെ നോക്കി, പക്ഷെ അത് വർക്ക് ആവണില്ല. അയ്യോ, കുട്ടിക്ക് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്? ഒരു 1750 രൂപ കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ? ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട ദൈവത്തോട് തിരക്കില്ലടാ. അച്ഛനോട് പൈസ തരാം. ഞാൻ പൈസ തരൂല. പോയി 2000 രൂപ ഉണ്ട്. കുട്ടിയുടെ കാര്യം നടക്കട്ടെ. ഇവിടെ ഏയ്, അടുത്തൊന്നും അതിന്റെ ഒന്നും ATM ഇല്ല. ആവശ്യമില്ല. എനിക്ക് ഇപ്പോഴൊന്നും തരണമെന്നില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നാന്ന് വിചാരിച്ചാൽ മതി. ആരും ചെയ്യാത്തൊരു കാര്യം ലൈലാസറിന് ഇപ്പൊ ചെയ്തേ. താങ്ക്സ്. എനിക്ക് ലൈലാസറിന്റെ ഫോൺ നമ്പർ 9400452489. പതുക്കെ. 9400452489. അത് തന്നെ. ജിപേ ഇല്ലേ? ഓ ഉണ്ട്. ഞാൻ ജിപേ ചെയ്തേക്കാം. ഓക്കെ. എന്നാ ഞാൻ ഫീ അടക്കട്ടെ. ബൈ. ബൈ. കണ്ട എന്റെ നമ്പർ മേടിച്ചണ്ട അവള്. ആ പൈസ പോയാടാലു. അത് ഗൂഗിൾ ആൻറ്റി തരും. ദേ എന്നെ നോക്കി ചിരിച്ച്. തരും തരൂന്ന് പറഞ്ഞാ തരും. തരോല്ലേ? പിന്നെ അല്ലാണ്ട്. വെൽക്കം. എന്താ? ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എനിക്കിപ്പോ വേണ്ട. അമ്മേ, ചേട്ടന് ഫുഡ് വേണ്ടാന്ന്. ചോറില് വെള്ളം ഒഴിച്ച് വെച്ചേക്ക്. ഓടി, എനിക്ക് ഫുഡ് വേണം. നീ ഇനി തിന്നണ്ടാ. ഞാൻ കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റി വെക്കില്ലേ? ചോറിന് എന്താണ് കറി? ഓ, തോരൻ, സാമ്പാർ, ചീരക്കറി. അയ്യേ, മൂടുപോയി. ഏത് നേരത്തൊരു റസ്ക് തീറ്റ അഴകനെ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ. ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈയും. എന്താ കുഞ്ഞി വയറല്ലേ? ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഈ അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. പൊന്നുമോളെ, നമുക്ക് നാളെ മീൻ മേടിക്കും കേട്ടോ. നീ ആഹാരം കഴിക്കുന്നില്ലേ? ഞാൻ ഈ കസേര ഒന്ന് നീക്കിടാൻ വേണ്ടി എണീറ്റാണ്. അടുക്കളയിൽ പോയി ഇത്തിരി അച്ചാർ എടുത്തോണ്ട് പോവാ. എന്തായാലും നീ എഴുന്നേറ്റതല്ലേ? അച്ചാറാ? ഞാനാ? അച്ചാറ് ഞാൻ എടുത്തുണ്ട്. നീ അവിടെ ഇരുന്ന് കഴിച്ചേ. എനിക്കും. ബാക്കിയുള്ളവർക്ക് എണീക്കാനും പാടില്ലേ? ഇതെന്താണ്? എടേക്കാ, കോളേക്ക് എങ്ങോട്ടാ? കൊളയൊക്കെ കിട്ടാണ് പാപ്പ, ഒന്നും പറയാനില്ല. അതെ, ചേട്ടൻ വിളിച്ചിരുന്നു. ഇത്തവണയും ലീവ് ക്യാൻസൽ ആയിന്നാ പറഞ്ഞേ. സ്വാഭാവികം. രാജന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറഞ്ഞാൽ രാജന്റെ കല്യാണത്തിന് വരാത്തവനെ. വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഇത്. ഡാ, കഴിച്ചിട്ട് പോടാ. മതി മതി. ലവ് ആണ്. മിണ്ടാതെ കഴിക്കി. ലൈലാസുരൻ റീൽസ് ചെയ്യലുണ്ടോ? റീൽസ് ഒക്കെ കോമഡി അല്ലേ? ലൈലുവിന് കോമഡി റീൽസ് ആണോ ഇഷ്ടം? കോമഡി റീൽസാ? ലൈലുവിന് ഡാൻസിങ്, ആക്ടിങ് അങ്ങനത്തെ റീൽസ് ഒക്കെ ഇഷ്ടമാണോ?
കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ മഞ്ഞളണിഞ്ഞൊരു പൂമേയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പിന്നെ കണ്ണാടി. ഇയാൾക്ക് ഉറപ്പൊന്നുമില്ലേ? പാതിരാത്രിക്ക് ഷൂസ് കിട്ടി ഇയാളെ ഇങ്ങോട്ട. അമ്മേ അയ്യോ 4 മണി കഴിഞ്ഞല്ലോ.